ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ പ്രതി MM ശശീന്ദ്രനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പ്രതി കുറ്റം ചെയ്തതായി കണ്ടെത്തി. അതിജീവിതയുടെ മൊഴിയിൽ അവിശ്വസനീയമായി ഒന്നുമില്ലെന്നും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പ്രതിക്കെതിരെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലൈംഗിക പീഡനം നടന്നെന്ന് സ്ഥിരീകരിക്കുന്ന 7ാം സാക്ഷിയുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. അതിജീവിതയ്ക്കൊപ്പം ഈ കേസിൽ ആദ്യം മുതൽ തന്നെ തുടർ വാർത്തകളിലൂടെ നമ്മുടെ കോഴിക്കോട് വാർത്താ സംഘം തുടരുകയായിരുന്നു. ഇപ്പോൾ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാകുന്ന ഉത്തരവിന്റെ പകർപ്പല്ലേ നമ്മൾ കാണുന്നത്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ടിനെ ശരിവെക്കുന്ന തരത്തിലാണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടും എന്നുള്ളതാണ് ഈ ഉത്തരവ് നമുക്ക് വ്യക്തമാക്കുന്നത്. MM ശശീന്ദ്രൻ എന്ന് പറയുന്ന പ്രതിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന റിപ്പോർട്ട് ഇന്നലെയാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്. പക്ഷേ ആ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇതുവരെ ആർക്കും ലഭ്യമായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ആ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിടുന്നു. വളരെ കൃത്യമായി തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നു, ഇതിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയ ഡോക്ടർ പ്രീതയുടെ കണ്ടെത്തലാണ് ഈ പ്രതിയെ ശിക്ഷിക്കാൻ കാരണമായിട്ടുള്ളത്. കാരണം ഡോക്ടർ പ്രീതയുടെ കണ്ടെത്തൽ വളരെ കൃത്യമായി അതിജീവിത പറയുന്ന മൊഴിയെ അവിശ്വസിക്കേണ്ട സാഹചര്യമില്ല. അവിടുത്തെ സാഹചര്യ തെളിവുകൾ സാക്ഷിമൊഴികളൊക്കെ തന്നെ അതിജീവിത പറയുന്നത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് 7ാം സാക്ഷി വളരെ കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ അവിടെ പീഡനം നടന്നിട്ടുണ്ട്. ആ പീഡനം നടന്ന ശേഷം ഈ അനിത ഈ പറയുന്ന അതിജീവിതയ്ക്ക് വളരെ കൃത്യമായി തന്നെ അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വെപ്രാളം ഉണ്ടായിരുന്നു. മാത്രവുമല്ല അതിൻ്റെ പരാതിയും അവർ നൽകിയിരുന്നു. അങ്ങനെയുള്ള വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ ഇപ്പോൾ പ്രതിയെ ശിക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഡോക്ടർ പ്രീതയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ സംശയമുണ്ടായിരുന്നു. ഡോക്ടർ പ്രീത പ്രതിയെ സംരക്ഷിക്കുകയാണ് എന്ന മട്ടിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നത് ഡോക്ടർ പ്രീതയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അതിജീവിതയ്ക്ക് ഇപ്പോൾ നീതി ലഭ്യമാവുന്നത്. MM ശശീന്ദ്രൻ എന്ന് പറയുന്ന പ്രതിയെ ആരോഗ്യ വകുപ്പിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുമുള്ള ഉത്തരവിൽ പ്രിൻസിപ്പൽ ഒപ്പുവച്ചിരിക്കുന്നത് ഈ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിജീവിത പറഞ്ഞ പൂർണ്ണമായ കാര്യങ്ങൾ, അതായത് ഈ പ്രതി ICUവിലേക്ക് വരികയും ICUവിൽ വെച്ച് ഈ സ്ത്രീയെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ തെളിഞ്ഞു എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഓക്കെ, VS രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എല്ലാം പ്രതിക്കെതിരായ തെളിവുകൾ എല്ലാം വന്നിരിക്കുകയാണ്. അങ്ങനെ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാകട്ടെ. എന്ത് കാര്യങ്ങളായാലും അതിൽ സത്യം ഒരു നാൾ പുറത്തു വരുമെന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ ഓരോ കേസുകളും തെളിയിക്കപ്പെടുമ്പോഴാണ് നമുക്ക് വാർത്തകളിൽ അത് ബോധ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെ ആകട്ടെ.